മുഖ്യമന്ത്രിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട ഓർമ്മിക്കല്ലേ മുഖ്യമന്ത്രി കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കൂടെ നിന്ന രക്ഷിതാക്കൾ പറഞ്ഞു നല്ല സൗകര്യം തന്നെയാണ്, നല്ല ഇടപെടലാണ്, നല്ല സംരക്ഷണമാണ്, നല്ല മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഒരു തിരക്ക് വരുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. കാരണം വലിയ ക്രൗഡ് മാനേജ്മെന്റ് ആണ്. കാരണം മറ്റൊരു അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് ദർശനം നടത്താൻ പോയില്ലെങ്കിലും ഒന്ന് ശബരിമലയോ പമ്പയോ സന്ദർശിച്ചിട്ട് വന്നിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ഞങ്ങൾ ശബരിമാതയും കൊണ്ടുവരും, വിമാനത്താവളം കൊണ്ടുവരും, വൻകിട ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഞങ്ങളുടെ എല്ലാ പരിമിതികൾക്ക് നിന്നുകൊണ്ട് അവിടെ ഉയർത്തുക തന്നെ ചെയ്യും. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സഖാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്സുകാർ വഴി പറയാൻ എന്ത് അല്പത്തരം പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ടോ? ഇത്തരത്തിലുള്ള അല്പത്തരത്തിന്റെ പേര് നിന്റെ പേര് കോൺഗ്രസ് എന്ന് എല്ലാവരും ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇവിടെ ദിശാബോധത്തോടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയനാ. അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ ശബരിമലയിൽ പലതവണ പോയിട്ടുള്ള ആളാണ്, കെട്ടുനിറച്ച് പോയിട്ടുള്ള ആളാണ്. ഈ ഒരു 10-15 ദിവസം മുമ്പ് വരെ പമ്പ വരെ പോയി വന്നിട്ട ഒരാളാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് 10 ദിവസം ജയിലുമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ. അരുൺകുമാർ നാളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കെട്ടുനിറച്ച് ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം രഹസ്യമായി പോയിട്ടുണ്ടോ പാർട്ടി അറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതല്ല ഉദ്ദേശം. പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറിയാണ്. എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ സ്പ്രിംഗ്ലർ പോലെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റത് കൊണ്ടാണോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ മസാല ബോണ്ട് വിറ്റ് കനഡിയൻ കമ്പനി CDPക്ക് വിറ്റത് കൊണ്ടാണോ? ഇനി അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ടുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയതുകൊണ്ടാണോ അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്നൊരു പുതിയ പേര് പിണറായിക്ക് വെച്ചുകൊടുത്തത്? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി എന്ന പുതിയ പ്രയോഗമാണ്. എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിലെ ബഹുമാനപ്പെട്ട എന്റെ സമയമല്ലേ, ഞാൻ താങ്കൾ പറയുമ്പോൾ മിണ്ടില്ലല്ലോ. താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചുതരാം. ഞാൻ പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകരണത്തിന്റെ വീഡിയോ കാണും. അയ്യോ, ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട ഓർമ്മിക്കല്ലേ മുഖ്യമന്ത്രി അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓർമ്മിക്കല്ലേ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.